അതിശൈത്യത്തിലേക്ക് കടന്ന സൗദി അറേബ്യ. തുറൈഫ് നഗരം -4 ഡിഗ്രി സെൽഷ്യസിലേക്ക് പതിച്ചു. റിയാദും ബുറൈദയും ദമാമും തബൂക്കുമെല്ലാം തണുത്തു വിറക്കുകയാണ്. അടുത്തയാഴ്ചയോടെ തീവ്രമായ തണുപ്പ് കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യും. വിവിധ പ്രദേശങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തിനൊപ്പം ആരോഗ്യ പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിവിധ മുന്നറിയിപ്പുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 46 الموافق 16/12/2024 هذا البل. ഇതാണ് റിയാദ് നഗരത്തിന് പുറത്തെ അവസ്ഥ. പലയിടത്തും കോച്ചുന്ന തണുപ്പ്. മരുഭൂമിയിൽ പല ഭാഗത്തും തണുപ്പിന്റെ കാഠിന്യം ബോധ്യമാക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. അൽജൗഫിൽ ഒട്ടകങ്ങളുടെ കൺപീലികളിൽ പുലർച്ചെ മഞ്ഞുപാളി നിൽക്കുന്ന ദൃശ്യങ്ങൾ വരെ ഇതിലുണ്ട്. ജോർദാൻ, ഇറാഖ് രാജ്യങ്ങളുമായി അതിര് പങ്കിടുന്ന സൗദിയിലെ വടക്കൻ അതിർത്തി പ്രവിശ്യയിലെ തുറൈഫിലാണ് ഏറ്റവും കുറഞ്ഞ തണുപ്പ്. ഇവിടെ താപനില ഇന്ന് രാത്രിയോടെ -4 ഡിഗ്രി സെൽഷ്യസിലെത്തും. പല ഭാഗത്തും മഴയും മഞ്ഞും ഒരുപോലെ പെയ്യുന്നുണ്ട്. തബൂക്കിലെ ജബൽ അലൗസിലും തുറൈഫിലെ മരുഭൂവിലും ഇന്ന് മഞ്ഞു വീഴുമെന്നാണ് പ്രവചനം. തണുപ്പിന്റെ കാഠിന്യത്തിൽ തുറൈഫ് കഴിഞ്ഞാൽ രണ്ടാമത് -1 ഡിഗ്രി സെൽഷ്യസ് ഉള്ള അൽജൗഫ് ആണ്. കിഴക്കൻ പ്രവിശ്യയിലെ ഹഫറൽ ബാത്തിനിലെ മരുഭൂമിയിൽ 0 ഡിഗ്രി സെൽഷ്യസ് ഇന്ന് പുലർച്ചെ രേഖപ്പെടുത്തി. ബുറൈദയിലും ഹായിലും നാളെ പുലർച്ചെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് തൊടും. തബൂക്കിലും റിയാദിന്റെ നഗരത്തിന് പുറത്തും 1 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെത്തുക. മക്ക, നെജ്റാൻ, അസീർ, ജീസാൻ എന്നിവിടങ്ങളിൽ തണുപ്പിനൊപ്പം മഴയും എത്തുന്നുണ്ട്. റിയാദ് നഗരത്തിനകത്ത് ഇന്ന് രാത്രിയോടെ താപനില 3 മുതൽ 2 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും എത്തുക. റിയാദ്, കിഴക്കൻ പ്രവിശ്യ, അൽജൗഫ്, കസീം, ഹായിൽ മേഖലകളിൽ കനത്ത തണുപ്പുള്ള കാറ്റുമെത്തും. ഇതോടൊപ്പം അലർജി, പനി, ജലദോഷം, മൂക്കടപ്പ് തുടങ്ങി ആരോഗ്യ പ്രയാസങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. ഇത് നേരിടാൻ മൂക്കും ചെവിയും മറച്ചു മാത്രമേ തണുപ്പിലിറങ്ങാവൂ. നേരിട്ട് നെഞ്ചിൽ കാറ്റേറ്റാൽ ഹൃദയാരോഗ്യത്തെയും ബാധിക്കും. കടുത്ത ആരോഗ്യ പ്രയാസമുള്ളവർ സ്വയം ചികിത്സക്ക് നിൽക്കാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഉണ്ടാക്കുന്നവ പെട്ടെന്ന് തണുക്കുന്ന സാഹചര്യമായതിനാൽ ഭക്ഷണക്കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം. പഴകിയതും തണുത്തതുമായ ഭക്ഷണം അണുബാധയ്ക്ക് വരെ വേഗത്തിൽ കാരണമാകും. ഈ വർഷം മുൻ വർഷത്തേതിനേക്കാൾ താരതമ്യേന കുറഞ്ഞ തണുപ്പാകും അനുഭവപ്പെടുക എന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരുന്നു. ആ നിലപാട് അതോറിറ്റി തുടരുകയാണ്. നിലവിലുള്ള അതിശൈത്യം അടുത്തയാഴ്ചയോടെ അല്പം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയുമാണ് ചെയ്യുക. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.